أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات وذلك ذكرى للذاكرين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ നമ്മുടെ എല്ലാം ആത്മീയ നേതാവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനും മർക്കസു സഖാഫത്തി സുന്നിയ സിറാജുൽ ഹുദ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രസിഡന്റുമായ ബഹുമാന്യരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഖബലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ, മറ്റു സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ആഖിറത്തിനു വേണ്ടിയുള്ള ഒരു സംഗമമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഫ്ളലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ പേരിൽ വെറുക്കുക. മഹാനായ മർഹൂം എ.പി. മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ട് നാം ഒരുമിച്ച് കൂടുന്നത് സ്നേഹം പ്രകടിപ്പിക്കാനാണ്. സ്നേഹിക്കപ്പെടാനുള്ള മാനദണ്ഡം അദ്ദേഹം നമുക്ക് ചെയ്തു തന്ന എന്തെങ്കിലും ഭൗതികമായ ഗുണങ്ങൾ അല്ല, മറിച്ച് അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ദീനീ സേവനങ്ങളാണ്. അല്ലാഹുവിന്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ പടയോട്ടം, അദ്ദേഹം ദീനിന്റെ ഇൽമു പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, മുതഅല്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ നടത്താൻ ചെയ്ത അവിശ്രമ പരിശ്രമം, ഗുരുവര്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ പിന്തുടർന്നു അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളെ, മനസ്സിലാക്കി കൊടുത്ത തത്വങ്ങളെ പ്രയോഗവൽക്കരിച്ച് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടുള്ള സേവന പ്രവർത്തനം. അതിന്റെ പേരിൽ നാം മഹാനവറുകളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് അവരുടെ പേരിൽ ദുആ നടത്തുന്നതും അവരുടെ ബഹുമാനം പറയുന്നതും അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതും അങ്ങനെ തുടങ്ങി ഉള്ള ഇത്തരം പരിപാടികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്നും
ഇതുമായി സഹകരിച്ചവരിൽ നിന്നും സഹകരിക്കുന്നവരിൽ നിന്നും പങ്കെടുത്തവരിൽ നിന്നും പങ്കെടുക്കുന്നവരിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നീട്ടി ഇപ്പോൾ സംസാരിക്കുന്നത് പലതുകൊണ്ടും ശരിയല്ല, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഫസ്തഖിം കമാ ഉമിർത. അല്ലാഹു സുബ്ഹാനഹു വ തആല വഇൻ കുല്ലൻ ലമ്മാ ലയുവഫിയന്നഹും റബ്ബുക അമാൽ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവർക്കും പ്രതിഫലം പൂർത്തീകരിച്ച് തരും എന്ന് പഠിപ്പിച്ചതിന് ശേഷം സൂറത്ത് ഹൂദ്, അതൊരു സാധാരണ സൂറത്ത് അല്ല. ശയ്യബത്തിനി ഹൂദ്, ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു കളഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവത്തോടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം നൽകിയ ഒരു മഹത്തായ സൂറത്താണ് സൂറത്ത് ഹൂദ്. അത് ഇറങ്ങിയപ്പോൾ എനിക്ക് അല്പമാണ് നരച്ചതെങ്കിലും ആ നരക്ക് അത് കാരണമായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ഒരു മഹാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാരിൽ പലരും സ്വപ്നത്തിൽ കാണാറുണ്ട്. മഹാന്മാരല്ലാത്തവർക്കും ചിലപ്പോൾ കാണാൻ അവസരം ഉണ്ടാകാം എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവയിൽ പറയുന്നുണ്ട്. പക്ഷേ കൂടുതലായും കാണലും കണ്ടാൽ ഫലം ചെയ്യലും മഹാന്മാർക്കാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ശൈത്താനിന് വരാൻ സാധ്യമല്ല എന്നത് സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ സൂറത്ത് ഹൂദ് എന്നെ നരപ്പിച്ചു കളഞ്ഞു എന്ന് അങ്ങ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയെ. ഏതാണ് ആ നരപ്പിച്ചു കളഞ്ഞ ആയത്ത് എന്ന് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്ക് ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഈ ആയത്ത് അല്ലാഹു തആല പറഞ്ഞു ഫസ്തഖിം, ഓ നബിയെ നേരെ ചൊവ്വേ പൊയ്ക്കോളണം. ഫസ്തഖിം, ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വിഷയങ്ങൾ, അല്ലാഹു തആല വിശ്വസിക്കാൻ പറഞ്ഞ വിഷയങ്ങൾ, അത് കൃത്യമായി വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചു, ആചരിക്കേണ്ടത് ആചരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചത് കൃത്യമായും അതേ മുഴുവനും ഒഴിവാക്കിയും ഉള്ള നേർക്ക് നേരെയുള്ള ജീവിതം, അതാണല്ലോ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ദിവസവും 17 പ്രാവശ്യവും പടച്ചറബിനോട് ദുആ ചെയ്യുന്നത് ആ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നമ്മെ വഴി നടത്തി തരണം എന്നാണ്. അല്ലാഹു തആല നമുക്ക് തന്ന ഇസ്തിഖാമത്തിന്റെ വഴി എന്നും നിലനിർത്തി തരാനുള്ള പ്രാർത്ഥനയാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്തഖിം, ഓ നബിയെ നേരെ ചൊവ്വേ നടന്നുകൊള്ളണം. കമാ ഉമിർത, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചതുപോലെ നടക്കണം. എന്നിട്ട് നബി തങ്ങൾ അല്ലാഹു പറയുന്നു ഉമൻ താബ മഅക, തങ്ങളുടെ കൂടെ ആരെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടോ, തങ്ങളുടെ കൂടെ ആരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം സ്വീകരിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങിയവരുണ്ടോ അവരെല്ലാവരും നേർക്കുനേരെ നടന്നുകൊള്ളണം. വലാ തത്ഗൗ, ആരും അതിനപ്പുറത്തേക്ക് നീങ്ങിപ്പോകാൻ പാടില്ല. ആരും തന്നെ അല്ലാഹു കൽപ്പിച്ചതിനപ്പുറം നീങ്ങാൻ പാടില്ല. അല്ലാഹു വിരോധിച്ചത് ചെയ്യാൻ പാടില്ല. ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നായി കാണുന്നവനും അറിയുന്നവനുമാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഈ ആയത്തിൽ പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെടാത്ത എന്ത് വിഷയമാണുള്ളത്? അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റവാക്കിൽ സൂചിപ്പിക്കുന്നു, അല്ലാഹു കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുക്കണം, അല്ലാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മുത്തഖിയാകുന്നത്. മുത്തഖിയായ മനുഷ്യനാണ് സ്വർഗം. ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാർ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ആയത്തിന്റെ ശേഷം വേറൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യവും പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹു തആല പറയുകയാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ കാര്യം ഞാൻ പറയും. വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി
നിങ്ങൾ കൃത്യമായി 5 നേരം നിസ്കാരം നിർവഹിക്കുകയും നിലനിർത്തി പോരുകയും വേണം. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്, നന്മകൾ തിന്മകളെ ഇല്ലായ്മ ചെയ്യും. നന്മകൾ ധാരാളം ചെയ്യുമ്പോൾ തിന്മകൾ പലതും ഇല്ലാതെയാവും, അഥവാ അത് പൊറുക്കപ്പെടാൻ കാരണമാണ്. ഇത് ഉത്ബുദ്ധരാകുന്ന ആളുകൾക്ക് ഉത്ബോധനമായി പഠിപ്പിക്കുകയാണ്. ക്ഷമിച്ച് നിൽക്കണം, നന്നായി നല്ല ക്ഷമ വേണം. പലരും പലതിലേക്കും ചാടി വീഴുന്നത് കാണും, പലരും പല പ്രവർത്തനങ്ങളും ചെയ്യുന്നത് കാണും. അപ്പോഴെല്ലാം ക്ഷമിച്ചു നിൽക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച്, അള്ളാഹു എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധത്തോടുകൂടി മുഹ്സിനീങ്ങളായി ജീവിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം അത് റബ്ബ് നൽകുക തന്നെ ചെയ്യും. അള്ളാഹു ആരെയും പാഴാക്കുകയില്ല. സുഹൃത്തുക്കളെ, കൃത്യമായി നിസ്കരിച്ച് അള്ളാഹു കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുത്ത്, അള്ളാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിച്ച്, മദ്യപാനികളാകാതെ, വ്യഭിചാരികളാകാതെ, കുടുംബബന്ധം മുറിക്കാതെ, അയൽവാസികളെ ദ്രോഹിക്കാതെ, ആരെയും ഒരു ജീവിയെയും ദ്രോഹിക്കാതെ, സ്വന്തം മാതാപിതാക്കൾക്ക് വലിയ പരിഗണന നൽകി, അതേ കുട്ടികളോട് കാരുണ്യം ചെയ്തു, പ്രായമുള്ളവരെ ബഹുമാനിച്ച്, അയൽവാസികൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ സർവ്വ നന്മകളും ചെയ്തു കൊടുത്തു. എല്ലാവരും രക്ഷപ്പെടണം എന്ന ചിന്തയിൽ നല്ലത് മാത്രം സംസാരിക്കുകയും നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും, അതേ സമയത്ത് ആരെങ്കിലും വഴുതിപ്പോകുമ്പോൾ അവരെ സത്യത്തിന്റെ പന്ഥാവിലൂടെ കൊണ്ടുപോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ സർവ്വരംഗവും അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ. അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ, താജുൽ ഉലമയെ, നൂറുൽ ഉലമയെ, ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിനെ, നേരത്തെ ഇവിടെ സഖാഫി സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളെ, അതുപോലെ തുടങ്ങി ധാരാളം മഹാന്മാരെ അനുസ്മരിക്കുന്ന കണ്യത്ത് ഉസ്താദിനെ, ഇ കെ ഉസ്താദിനെ, അങ്ങനെ ഒരുപാട് ആലിമീങ്ങളെ അനുസ്മരിക്കുന്ന ഈ ഒരു മാസത്തിൽ നാം ബഹുമാനപ്പെട്ട മർഹൂം എ പി മുഹമ്മദ് മുസ്ലിയാർ അവറുകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൃത്യമായി ഇവിടെ പഠിപ്പിക്കുകയും നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ഈ കരുവമ്പയിൽ പ്രദേശത്തുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വിശ്വസിക്കാനും അംഗീകരിക്കാനും സന്മനസ്സുണ്ടായ മുഴുവൻ ആളുകളെയും വളരെ കൃത്യമായി നല്ല പന്ഥാവിലൂടെ നയിച്ചു കൊണ്ടുപോവുകയും ചെയ്ത ഈ നാട്ടിന്റെ ഖാദി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ വലിയ സന്തോഷം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ബറക്കത്ത് ഈ നാട്ടിൽ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പരിസരങ്ങളിലും അതേപോലെ മഹാനവറുകളുടെ സേവനങ്ങൾ കൊണ്ട് ഗുണം ലഭിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ ഈ 3 ആയത്തുകൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് 2 വാക്ക് സംസാരിക്കാനും കൂടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണ് താജുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന വഴി? എന്താണ് എ പി മുഹമ്മദ് മുസ്ലിയാർ കാണിച്ചു തന്ന വഴി? എന്താണ് നൂറുൽ ഉലമ കാണിച്ചു തന്ന വഴി? എന്താണ് കണ്യത്ത് ഉസ്താദ് കാണിച്ചു തന്ന വഴി? എന്താണ് നമ്മുടെ മുൻഗാമികളായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളും അതേപോലെ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളും അതുപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവറുകളും അങ്ങനെ തുടങ്ങി നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ കാണിച്ചു തന്ന വഴി ഏതാണ്? ആ വഴി അവരുടെയും മുൻഗാമികളായ വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും കാണിച്ചു തന്ന വഴിയാണ്. അതിൽ വലിയ പ്രഗൽഭനാണ് മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകളുടെ ഗ്രന്ഥമായ കിതാബുൽ ഗുന്യത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ബഹുമാനപ്പെട്ടവർ പറയാണ്, അഹ്ലുസുന്ന അജ്മഉ, അവരെ യോജിച്ചിരിക്കുന്നു മുസ്ലിമീങ്ങളുടെ ഇമാമുകളെ അനുസരിക്കുകയും അവർ പറയുന്നത് കേട്ട് ജീവിക്കുകയും ചെയ്യണം എന്നതിൽ അഹ്ലുസുന്നത്തി യോജിച്ചിരിക്കുന്നു. ഇമാമീങ്ങളെ തള്ളിക്കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരു
ജീവിതം ഇല്ല. എന്നാൽ അയിമ്മത്ത് എന്ന വാചകത്തിന് ഭരണാധികാരികൾ എന്നും അർത്ഥമുണ്ട്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ടവര് ശേഷം പറയാണ് അഹ്ലുസ് സുന്നത്തി അജ്മഉ അല സമഇ വ ത്വാഅത്തി ലിഅയിമ്മത്തിൽ മുസ്ലിമീൻ, അതേ അത്ബാഇഹിം അല്ലെങ്കിൽ വത്തിബാഇഹിം, അതേപോലെ തന്നെ ആ ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. എന്നാൽ ഭരണാധികാരികൾ മുസ്ലിം ഭരണാധികാരികളായാലോ അവരെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ് വസ്സലാത്തു ഖൽഫ കുല്ലി ബർരിൻ മിൻഹും വഫാജിരിൻ. അങ്ങനെ മുസ്ലിം ഭരണാധികാരികൾ ആകുമ്പോ ആ മുസ്ലിം ഭരണാധികാരികളെ ബഹിഷ്കരിച്ച് അദ്ദേഹത്തെ ഞാൻ തുടർന്ന് നിസ്കരിക്കൂല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞ് വിഘടിച്ചു നിന്നുകൊണ്ട് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഭിന്നതയുണ്ടാക്കാൻ പാടില്ല. ആ ഭരണാധികാരി നല്ലവനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അപാകതകളോ തെറ്റുകളോ വരുന്നവനോ ആണെങ്കിൽ പോലും അവരെ അനുസരിക്കൽ നിർബന്ധമാണ്. അതുപോലെ ആ ഭരണാധികാരികൾ ഒരാളെ അതേ ഖാദിയായി ജഡ്ജിയായി നിശ്ചയിച്ചാൽ അല്ലെങ്കിൽ ഖാദിയായി നിശ്ചയിച്ചാൽ, അതേപോലെ പകരം നിർത്തിയാൽ അവരെയും അവരുടെ പിന്നിലും നിന്ന് നിസ്കരിക്കൽ ആവശ്യമാണ്. ഖിബലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഒരാളെയും അവൻ നരകത്തിൽ ഇവൻ സ്വർഗത്തിൽ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പാടില്ല. മുതീഅൻ കാന ഔ ആസിയൻ, അത് ഉറപ്പിച്ചു പറയേണ്ട ഡ്യൂട്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. റഷീദൻ കാന ഔ ആവിയൻ ആതിയൻ, അവൻ നല്ലവനായി ജീവിക്കുന്നവനാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹു പുറത്തു കൊടുത്തെങ്കിലോ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ ഒരാൾ പുത്തൻ പ്രസ്ഥാനക്കാരനായാൽ നിയമം അങ്ങനെയല്ല. ഒരാൾ പുത്തനാശയക്കാരനായാൽ അങ്ങനെയല്ല. പിഴച്ചുപോയാലും അങ്ങനെയല്ല. പിഴച്ചുപോയ ആളുകളെ സംബന്ധിച്ചും പുത്തനാശയക്കാരായി പോയ ആളുകളെ സംബന്ധിച്ചും കൃത്യമായി ജനങ്ങൾക്ക് വിവരം കൊടുക്കണം. ആ അഹ്ലുസ് സുന്നത്തിലുള്ള മുഴുവൻ ആളുകളും ഏകോപിച്ച കാര്യമാണ് അംബിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ട് എന്നത് സമ്മതിക്കണം. അതേപോലെ ഔലിയാക്കൾക്ക് കറാമത്തുകളുണ്ട് എന്നതും സമ്മതിക്കണം. അത് നിഷേധിക്കുമ്പോൾ ഒരാൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആവുകയില്ല. അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് വൽ ഔലാ ലിൽ ആഖിലിൽ മുഅ്മിനിൽ കയ്യിസി അൻ യത്തബിഅ വലാ യബ്തദിഅ. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അവൻ സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കണം. വലാ യബ്തദിഅ, അവൻ പുത്തനാശയക്കാരനാകാൻ പാടില്ല. അങ്ങനെ പുത്തനാശയക്കാരനായാൽ അവൻ അവസാനം ഫലാ യദില്ല വയസില്ല ഫയഹ്ലിക്, അവൻ പിഴച്ചു പോവുകയും അവൻ വ്യതിചലിച്ചു പോവുകയും അവസാനം നശിച്ചു പോവുകയും ചെയ്യും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കണം, നിങ്ങൾ ഒരിക്കലും പുത്തനാശയക്കാരാകരുത് എന്ന് മാത്രമല്ല മഹാനവറുകൾ അവസാനം വിശദീകരിച്ചുകൊണ്ട് പറയാണ് ഫഅലൽ മുഅ്മിനി, അതിനാൽ മഹാനായ ഖൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അനുസ്മരിക്കുന്ന ഈ മാസത്തിൽ ഈ ആഴ്ചയിൽ ഞാൻ നടത്തിയ ഏകദേശം എല്ലാ പ്രസംഗങ്ങളിലും, ഇന്നലെ കാഞ്ഞങ്ങാട് പ്രസംഗിച്ചപ്പോഴും മെനിഞ്ഞാന്ന് കുറ്റ്യാടിയിൽ പ്രസംഗിച്ചപ്പോഴും തലേന്ന് വയലത്തൂരിൽ പ്രസംഗിച്ചപ്പോഴും എല്ലാ സ്ഥലത്തും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ കരുവമ്പുകലിലും പറയുന്നത്. കാരണം നമ്മുടെ ഈമാനിന്റെ ചാർജ് കുറഞ്ഞു പോകാൻ പാടില്ല. എല്ലാവരും ഈമാനിന്റെ ചാർജ് കുറഞ്ഞു പോകാൻ പാടില്ല. ഇടക്കിടക്ക് ചാർജ് ചെയ്തില്ലെങ്കിൽ ഈമാൻ കുറഞ്ഞു പോകും. അതുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ ഈമാൻ ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനല്ലേ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ വെച്ചതും ഖുതുബയിൽ ഇത്തഖുല്ലാഹ് എന്ന് 2 പ്രാവശ്യം പറയുന്നതൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതന്നല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കാനല്ലല്ലോ. നമ്മൾ സാധാരണയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ധാരാളം ചൊല്ലും. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, നമ്മൾ പണ്ടേ വിശ്വസിച്ചതല്ലേ. ഞാൻ ഈ അടുത്ത് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്നും അല്ലാഹു മാത്രമേ പടച്ചവനുള്ളൂ എന്നും ഞാൻ തുറന്ന് പ്രസംഗിച്ചപ്പോൾ ആരോ ചെറുപ്പക്കാരൻ, നമ്മുടെ നാട്ടിന്റെ അടുത്തുള്ള ഒരു സത്താബിയന്റെ ശിഷ്യൻ കൂടിയാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാ ഇയാൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇത് പറയുന്നത്? അങ്ങനെയാണോ? ജദ്ദിദു ഈമാനക്കും വനബിറു ഖുലൂബക്കും ബിഖൗലി അഫ്ളലി ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആവർത്തിച്ച് പറയേണ്ടതാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, അല്ലാഹു അല്ലാതെ ഖാലിഖ് ഇല്ല. അതല്ലേ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രാവശ്യമാണ്. അതേ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ നാഫിഅ ഇല്ലല്ലാഹ്, ലാ ളാറ ഇല്ലല്ലാഹ്,
എന്നൊക്കെ ഔലിയാക്കൾ ആവർത്തിച്ച് പറഞ്ഞത് അത് ഉറക്കാത്ത അനുയായികളായതുകൊണ്ടല്ല, അതിങ്ങനെ ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവർ മതവിഷയത്തിൽ ഏർപ്പെടാൻ പാടില്ല. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്നത്തി വൽ ജമാഅ, ഈമാനുള്ളവൻ സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കണം. ഫസുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കി പഠിപ്പിച്ചു തന്ന വിഷയങ്ങളാണ്. നബി തങ്ങൾ പഠിപ്പിച്ച ആശയം അതാണ് സുന്നത്ത്. പിന്നെയും അവിടുന്ന് പറയാണ് വൽ ജമാഅത്തു, ജമാഅത്തു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞത് എന്താണ്? അത് മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിലാഫത്തിൽ അയിമ്മത്തിൽ അർബഅത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. അതേ ഖുലഫാഉർ റാഷിദീങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് സഹാബത്ത് യോജിച്ചതും അതിനെ പിന്തുടർന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് യോജിച്ചു വരുന്ന വിഷയങ്ങൾ അതാണല്ലോ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിനെ തള്ളിക്കൊണ്ട് ഇസ്ലാമില്ല, സഹാബത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാം ഇല്ല. എന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ശേഷം പറയാണ് സുന്നി വിരുദ്ധരായ ആളുകൾക്ക് വർധനവുണ്ടാകാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനത്തിലും പങ്കുചേരാൻ പാടില്ല. പിന്നെയും പറയാണ് അവരുമായി അടുക്കാനേ പാടില്ല, സുന്നി അല്ലാത്തവരോട് അടുക്കാനേ പാടില്ല. ഇതാരാ പറയുന്നത്? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്തിനാണ് പറയുന്നത്? നമ്മുടെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. വലാ യുസല്ലിമു അലൈഹിം, അതേ അവർക്ക് സലാം പറയാനും പോകണ്ട. എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ കാരണം? ഞാൻ ചെറിയ ഒന്ന് രണ്ട് സാമ്പിൾ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാം ഒരു വല്ലാത്ത കുതന്ത്രമുള്ള ഒരു വിഭാഗമാണ്. എല്ലാവരും എഴുന്നേറ്റുന്ന ഒരു സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വാലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ കുല്ലി സഹാബതി. മുജാഹിദിനേക്കാൾ അപകടമാണ് ജമാഅത്ത് ഇസ്ലാമി. ഇരുന്നോളൂ, ജമാഅത്ത് ഇസ്ലാമി. അതെന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? ഞാൻ കുറ്റ്യാടിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് നന്നായി ജമാഅത്ത് ഇസ്ലാമിയെ പരിചയമാണ്, നല്ല പരിചയം. വലിയ ഒരു മഹാനായ സയ്യിദിന്റെ മഖ്ബറ കുറ്റ്യാടിയിൽ അടിച്ച് പൊട്ടിച്ച് തകർത്തത് അവരാണ്. മുജാഹിദുകൾ അവര് പല സ്ഥലങ്ങളിലും മഖ്ബറകൾ തകർത്തിട്ടുണ്ട്. എന്നാൽ അത് വലിയ അഭിമാനത്തോടുകൂടി എഴുതി വെച്ചവരാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും. രണ്ട് കക്ഷികളും. ജമാഅത്ത് ഇസ്ലാമിക്കാർ എങ്ങനെയാണ് എന്ന് പലർക്കും അറിയില്ല, മുജാഹിദ് അങ്ങനെയൊക്കെയാണ് എന്ന് ഏകദേശം ആളുകൾക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് പ്രത്യേകം മുസ്ലിമീങ്ങളെ ഉണർത്തുകയാണ്. അവിടെ മഖ്ബറ തകർത്തത് ആരുടേതാണ്? ഒരു വലിയ സയ്യിദിന്റേതാണ്, വലിയൊരു തങ്ങളുടേതാണ്. എന്താണ് അവരത് തകർക്കാൻ കാരണം? കാരണം തങ്ങന്മാരുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല, തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല, ആ കൈകൾ കൊത്തിക്കളയണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം. തങ്ങന്മാരെ കൈപിടിച്ച് നമ്മളൊക്കെ ചുംബിക്കും, തങ്ങന്മാരെ കൊണ്ടുവന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യിക്കും, തങ്ങന്മാരെ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ നടത്തിക്കും, ദുആ ചെയ്യിപ്പിക്കും. അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മതം എന്താണ്? അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, അവരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല, ചുംബിക്കുന്നതിന് പകരം അത്തരം കൈകൾ വെട്ടിക്കളയണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മതം. ഇത് പലരും മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നിഷ്കളങ്കരായ തങ്ങന്മാര് പോലും ചിലപ്പോൾ അവരെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് വസ്തുതയും യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവരുടെ ഒരു പ്രബോധനം നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുകയാണ്. പഴയ കാലത്ത് ഈ ഭാഗത്തൊക്കെ വരുമ്പോ ഒരു കെട്ട് പുസ്തകവുമായി വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പുസ്തകത്തിൽ പലതും വളരെ നേരെ സഹായിക്കുന്ന ആളാണ് നമ്മുടെ ഫൈസി അവറുകൾ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ് നേരത്തെ നമ്മുടെ അൻവർ സഖാഫി സ്റ്റേജിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ, പ്രബോധനം മാസികയിൽ ഞാനൊന്ന് വായിക്കാം. തങ്ങന്മാരെ സംബന്ധിച്ചു അവർ എഴുതി വെച്ചത് എന്താണ്? ഇസ്ലാം കഠിനമായി വെറുക്കുന്ന ഒരു പാപമാണ് ആഭിജാത്യം. ആഭിജാത്യം എന്ന് എന്താണെന്ന് ശേഷം മനസ്സിലാവും. അനിസ്ലാമിക കാലത്തെ അറബികളിൽ ഈ ദുഷിച്ച സ്വഭാവം മൂടർച്ചു പോയിരുന്നു. അതിനെ കടപുഴക്കി എറിയാനായി ഇസ്ലാം മത പ്രവാചകൻ തെല്ലൊന്നുമല്ല ക്ലേശിച്ചിട്ടുള്ളത്.
എന്നിട്ട് അവസാനം പിന്നെ ശേഷം പറയാണ്, എന്നാൽ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം കഴിഞ്ഞതിന് ശേഷവും ധാരാളം ബദരീങ്ങളും അല്ലാത്തവരുമായ സ്വഹാബികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ പറയാണ്, ഖുലഫാഉർ റാഷിദുകളുടെ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പഴയ അറേബ്യൻ ജാഹിലിയ്യത്ത് ശപിക്കപ്പെട്ട ആഭിജാത്യം തിരിച്ചു വന്നു. ആഭിജാത്യം ജാഹിലിയ്യത്ത്, ശപിക്കപ്പെട്ട ആഭിജാത്യം തിരിച്ചു വന്നു. അറബികളുടെ കണ്ണിൽ മറ്റുള്ളവർ നിന്ദ്യരും നികൃഷ്ടരുമായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. സുബ്ഹാനല്ലാഹ്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണവും സഹാബത്തിന്റെ ജീവിതവും ഒക്കെ തെറ്റാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ എല്ലാ നിരീശ്വരവാദികളെയും എല്ലാ നിർമ്മതവാദികളെയും നിർമ്മിച്ചുണ്ടാക്കിയത് ഈ പുത്തനാശയക്കാരാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തല്ലേ തറാവീഹ് 20 നടപ്പാക്കിയത്? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തല്ലേ ജുമുഅക്ക് 2 ഭാഗം നടപ്പാക്കിയത്? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തല്ലേ അതേ ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു വലിയ സൽക്കർമ്മം ചെയ്തുകൊണ്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലാക്കി ക്രോഡീകരിച്ചത്? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തല്ലേ 3 തലാഖ് ചൊല്ലിയാൽ 3 ആണെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച് എല്ലാവരെയും അറിയിച്ചത്? നേരത്തെ തന്നെ നിയമം അങ്ങനെയാണ്, അതെല്ലാവരെയും വിളിച്ചുകൂട്ടി അറിയിച്ചത്. അങ്ങനെ ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്ത ഭരണവും അവിടുത്തെ ആശയങ്ങളും തെറ്റാണെന്ന് ഒരു പക്ഷേ ഏതെങ്കിലും ഭരണാധികാരികളെ കൊണ്ടോ മുഖ്യമന്ത്രിമാരെ കൊണ്ടോ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികളും. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു പിഴച്ച ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു സർക്കാർ തരീഖത്ത് എന്ന് പറഞ്ഞൊരു സാധനം വന്നു. ഞാൻ അന്ന് അതിനെ സംബന്ധിച്ച് ശക്തമായി എല്ലാവരെയും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഈ സഹാബത്തിനെ മുഴുവനും പിഴച്ചവരായി ചിത്രീകരിച്ചത് ആരാണ്? അതിവിടെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദുമാണ്. അതേ, നിങ്ങൾ കേട്ടു നോക്കൂ, ഖുലഫാഉർ റാഷിദുകളുടെ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പഴയ അറേബ്യൻ ജാഹിലിയ്യത്ത് ശപിക്കപ്പെട്ട ആഭിജാത്യം തിരിച്ചു വന്നു. അറബികളുടെ കണ്ണിൽ മറ്റുള്ളവർ നിന്ദ്യരും നികൃഷ്ടരുമായി. അറബികളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ആരോപണം നോക്ക് നിങ്ങൾ. അവരുടെ കൺമുമ്പിൽ ഖുലഫാഉർ റാഷിദുകളുടെ കാലം കഴിഞ്ഞതോടുകൂടി അറബികളല്ലാത്തവരൊക്കെ നിന്ദ്യരും നികൃഷ്ടരുമായി പോലും. എന്ന് പറയാണ്, തങ്ങൾക്ക് സയ്യിദുകൾ യജമാനന്മാർ എന്നും അജമികൾക്ക് മൗലകൾ അടിമകൾ എന്നും അറബികൾ പേരിട്ടു. അപ്പോ അറബികൾക്ക് സയ്യിദ് എന്ന് പേരിട്ടു, അനറബികൾക്ക് മൗല എന്ന് പേരിട്ടു. ഇതേ ജമാഅത്ത് ഇസ്ലാമിക്കാര് അവരുടെ നേതാവായ സ്ഥാപക നേതാവായ മൗദൂദിയെ സംബന്ധിച്ച് മൗലാന എന്നാ പറയല്. അപ്പോ നമ്മളെ അടിമ എന്നായിരിക്കും എന്റെ അർത്ഥം എന്ന് വിചാരിക്കാൻ നമ്മൾ. ഏതായിരുന്നാലും ശരി, മൗല എന്ന് പറഞ്ഞാൽ അടിമ എന്നാണല്ലോ, സയ്യിദ് എന്ന് പറഞ്ഞാൽ യജമാനൻ, അങ്ങനെയാണ്. അപ്പൊ സയ്യിദ് എന്നും അവർ പറയാറുണ്ട് മൗദൂദിയെ സംബന്ധിച്ച്. അതും ഈ ദുഷിച്ച ആഭിജാത്യം അവർ പിന്തുടർന്നതായിരിക്കും എന്ന് നമ്മൾ കരുതുക. വേറെ എന്ത് ചെയ്യാനാ? ഇനി അതിന്റെ ശേഷം പറയാണ്, അറേബ്യൻ ആഭിജാത്യത്തിന്റെ ചിഹ്നങ്ങൾ ഇന്നും മുസ്ലിം സൊസൈറ്റിക്കുള്ളിൽ നഗ്നമായി നിലനിൽക്കുന്നു. അറേബ്യയിൽ നിന്ന് ഇതര ദേശത്ത് വരുന്ന ആൾ സയ്യിദും ബ്രാക്കറ്റിൽ യജമാനൻ തങ്ങളുമാണ്. അപ്പൊ സയ്യിദ് പറഞ്ഞാൽ തങ്ങൾ എന്നാക്കിയ അർത്ഥം. അത് അറേബ്യൻ രാജ്യത്ത് വന്ന തങ്ങളോ. അവനെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ, ആരാധിക്കണം. തങ്ങന്മാരെ ആരാധിക്കണം എന്നാണ് പോലും ഇവിടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം മുതൽ ശേഷത്തിന് ശേഷമുള്ള അറബികളും മുസ്ലിമീങ്ങളും ഒക്കെ പഠിപ്പിച്ചത്. തങ്ങന്മാരെ ആരാധിക്കണം എന്നാണ് പോലും. അങ്ങനെ ഞങ്ങളാരും കേട്ടിട്ടില്ല, ഒരു മുസ്ലിമും കേട്ടിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കറിയില്ല. ഇനി അതിന്റെ ശേഷം കേട്ടോളൂ, കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. തങ്ങന്മാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിന്നാൽ ആരാധനയാണോ? ബാപ്പയും ഉമ്മയും വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഞങ്ങളൊക്കെ. അത് ബാപ്പക്കും ഉമ്മക്കും ആരാധനയാണോ? അതിനെ ആരാധനയാക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി. അവന്റെ കൈപിടിച്ച് ചുംബിക്കുക പോലും വേണം. അവരുടേതല്ല, തങ്ങന്മാരെ പറ്റി പറഞ്ഞ അവന്റെ കൈപിടിച്ച് ചുംബിക്കുക പോലും വേണം. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ്, ആ കൈ ഛേദിച്ചു കളയുകയാണ് ഈ ചുംബനത്തെക്കാൾ ഉത്തമം. അപ്പോ കൈവെട്ട് അവരുടെ പരിപാടിയാണല്ലോ. അത് പലരുടെ തങ്ങന്മാരൊന്നും വെട്ടണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം പറയുന്നത്. അങ്ങനെ ആ കൈ ഛേദിച്ചു കളയുകയാണ് ചുംബിക്കുന്നതിനേക്കാൾ ഉത്തമം. അതിന്റെ ശേഷം പറയാം, തങ്ങന്മാരെല്ലാം അഹ്ലു ബൈത്താണ് അത്രേ. അഹ്ലു ബൈത്ത് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആന്റേതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പത്നിമാർക്കാണ് ഖുർആൻ ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. ഇവരൊക്കെ നബിയുടെ പത്നീപദം സ്വീകരിച്ചത് എപ്പോഴാണാവോ? അതായത് തങ്ങന്മാരൊക്കെ എപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാരായത് എന്നാണ് പ്രബോധനം ചെയ്യുന്നത്. ഇങ്ങനെ അഹ്ലു ബൈത്ത് എന്ന് അവർക്ക് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബ
ഹുബ്ബുകും ഫർദും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. നബി കുടുംബത്തെ വിളിച്ച് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഖുർആൻ നിർബന്ധമാക്കിയതാണ് നിങ്ങളെ സ്നേഹിക്കൽ. ആ അഹ്ലു ബൈത്ത് എന്ന പേര് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. അപ്പോ ഇവർ ചോദിക്കുക, ഈ തങ്ങന്മാര് എപ്പോഴാ നബിന്റെ പത്നിമാരായത്, ഭാര്യമാരായത്? ഭാര്യമാർക്കല്ലേ അഹ്ലു ബൈത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ഇവർ പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ്, മുഹമ്മദ് നബിക്ക് പുരുഷ സന്താനമൊന്നും ജീവിച്ചിരിക്കുകയുണ്ടായില്ല, അതിനാൽ അവിടുത്തേക്ക് പിന്മുറക്കാരില്ലായിരുന്നു. നബിതങ്ങൾക്ക് പിന്മുറക്കാരില്ല. അതെ, റസൂലുള്ളാഹിന്റെ ശത്രു പറഞ്ഞതാണ്, ഇന്ന സാനിയഹുൽ അബ്തർ എന്ന് ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവിനെ കുറിച്ചാണ്. ആ ശത്രു പറഞ്ഞ അതേ ആശയം ജമാഅത്ത് ഇസ്ലാമിക്കാർ പ്രചരിപ്പിക്കുകയാണ്. ഇനിയും കേട്ടോളൂ, ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരാവൂ. സ്ത്രീ സന്തതികളുടെ മക്കൾ അന്യ തറവാട്ടുകാരത്രേ. സുബ്ഹാനല്ലാഹ്. ഇനിയും പറഞ്ഞു കേട്ടോളൂ, എന്നിരിക്കുമ്പോൾ വല്ലവനും മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയെന്നോ പൗത്രനെന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശുദ്ധ ബോഷ്കല്ലാതെ മറ്റൊന്നുമല്ല അത്. അവരുടെ തങ്ങന്മാരെ പറ്റി നമ്മളൊക്കെ പറയും, അതെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. സയ്യിദ് അലി ബാബ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. പാണക്കാട് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ്. മുമ്പോൽ തങ്ങന്മാര് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ് എന്ന് മുസ്ലിമീങ്ങളൊക്കെ പറയും. അത് ശുദ്ധ ബോഷ്കല്ലാതെ മറ്റെന്താണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി ചോദിക്കുന്നത്. അങ്ങനെ പേരക്കുട്ടിയൊന്നുമില്ല. എന്തേ? അതിന് തെളിവെന്താണ്? തെളിവ് ശരീഅത്ത് പറയാണ്. ആര്? ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ ശരീഅത്ത് എന്താണ്? അതെ, നബിതങ്ങൾക്ക് ആൺമക്കളൊന്നും ജീവിച്ചിരിപ്പുണ്ടായിട്ടില്ല, അതിനാൽ പിന്മുറക്കാരില്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരാവൂ. ഇന്നാലില്ല. ആരാണ് ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കേണ്ടത്? ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാരാണോ? അല്ല, അല്ലാഹുവിന്റെ റസൂലാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞങ്ങൾ ആരും അസ്ഹദു അന്ന അമീറ ജമാഅത്ത് ഇസ്ലാമി റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചിട്ടില്ല. അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്നാണ് വിശ്വസിച്ചത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, നിശ്ചയം എന്റെ ഈ മകൻ സയ്യിദാണ്. സയ്യിദ് എന്ന പേര് ഖുലഫാഉർ റാഷിദീങ്ങളെ ശേഷം ആരെങ്കിലും ചാർത്തി കൊടുത്തതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരാണ്. ഇന്ന ബിനി ഹാദാ സയ്യിദുൻ. ആർക്കാണ് നബി തങ്ങളെ പേര് വിളിച്ചത്? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം മകൻ അഥവാ ആൺകുട്ടിക്കല്ല, മകളുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ റസൂലുള്ളാഹി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കാൻ തയ്യാറല്ല, ബുഖാരിയിലെ ഹദീസ് സ്വീകരിക്കാൻ തയ്യാറല്ല. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ മകൻ എന്ന് മകളുടെ മകനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കടുത്ത പിഴവാണെന്ന് വാദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ പിഴച്ച ആളായി ജമാഅത്ത് ഇസ്ലാമി ചിത്രീകരിക്കുന്നു. എന്റെ മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം, എല്ലാവരും ആലോചിക്കണം. അതേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മകളുടെ മകനെ സംബന്ധിച്ച് ഇന്ന ബിനി ഹാദാ, ഇത് എന്റെ മകൻ എന്ന് പ്രയോഗിച്ചതിനാൽ എല്ലാ ഇമാമികളും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രത്യേകതകൾ പലതുമുണ്ടല്ലോ. അതിലൊന്നാണ് അവിടുത്തെ പെൺകുട്ടികളുടെ മക്കൾ, സന്താന പരമ്പരയിൽ അതേ പെൺകുട്ടികളുടെ മക്കൾ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കൾ തന്നെയാണ്, സ്വന്തം മകൻ തന്നെയാണ്. അതാണ് നബി തങ്ങൾ ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, നിശ്ചയം എന്റെ ഈ മകൻ എന്ന് തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പ്രയോഗിച്ചിട്ടുള്ളത്. ഇനിയോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പേരക്കുട്ടികളില്ലെന്നും തങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ലെന്നും എഴുതിയിട്ട് അവസാനം എഴുതുന്നത് കണ്ടോ. ആകയാൽ പഴയ അറേബ്യൻ ജാഹിലിയ്യത്തിന്റെ നഗ്നമായ ചിഹ്നമാണ് അഹ്ലി ബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം.
അഹ്ലു ബൈത്തിലുള്ള വിശ്വാസവും തങ്ങന്മാരുള്ള വിശ്വാസവും അത് പഴയ ജാഹിലിയ്യത്താണ്. അബൂജഹലും ഉത്ബത്തൊക്കെ നടത്തി വന്ന ജാഹിലിയ്യത്താണെന്ന് പ്രബോധനം എഴുതുകയാണ്. എന്നിട്ട് പറയാണ് ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ചനീചത്വം അവസാനിക്കും. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ വഞ്ചന നിങ്ങളൊന്ന് ആലോചിക്കണം. തങ്ങന്മാരെ കൈവെട്ടിക്കളയണമെന്നും അവർ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളല്ലെന്നും അങ്ങനെ പേരക്കുട്ടി എന്ന് പറയാൻ പാടില്ലെന്നും നബി തങ്ങളുടെ പേരക്കുട്ടികളെ ഇത്രയും നിന്ദിച്ച് സംസാരിച്ചിട്ട് അവരുടെ കൈവെട്ടണമെന്ന് വരെ ചുംബിക്കുകയല്ല, എഴുന്നേറ്റ് നിൽക്കുകയല്ല, അവരെ കൈവെട്ടുകയാണ് വേണ്ടതെന്നും എഴുതി വെച്ച തീവ്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിക്കാർ, ഓ സുഹൃത്തുക്കളെ, അഹ്ലു ബൈത്തിലും തങ്ങന്മാരുമുള്ള വിശ്വാസം ജാഹിലിയ്യത്താണ് എന്നും അത് എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ചനീചത്വം അവസാനിക്കുമെന്നും പച്ചയായി പ്രബോധനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് ഈ മുസ്ലിം സമുദായം ഒന്നടങ്കം മനസ്സിലാക്കണം. പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട്. അതേ ലൗലാ യൻഹാഹുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിൽ ഇസ്മ വഅഖലിഹിസ് സുൽത ലബിസ മാ കാനൂ യസ്നഊൻ. പണ്ഡിതന്മാർ ഇത്തരം വിവരക്കേടുകൾ പറയുമ്പോൾ അതിൽ മൗനം ദീക്ഷിക്കാൻ പാടില്ല. അതേപോലെ ഇത്തരത്തിലുള്ള വഞ്ചന നടത്തുമ്പോൾ മൗനം ദീക്ഷിക്കാൻ പാടില്ല. അവർ മൗനം ദീക്ഷിച്ചാൽ അവർക്ക് പടച്ചവന്റെ ലഅനത്തുണ്ടാകും, പണ്ഡിതന്മാർക്ക് ലഅനത്തുണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. എന്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളോട് ഇവർക്ക് ഇത്രയും വലിയ വിരോധം? അതിന്റെ യഥാർത്ഥ കാരണം അവരുടെ വിരോധം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് നബി കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിക്ക് എങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളെ ബഹുമാനിക്കാൻ കഴിയും? ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം 981 ഡിസംബറിൽ എഴുതിയത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. മറ്റ് മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിൽ തന്നെ അവർക്ക് യഥാർത്ഥ വിശ്വാസം ഇല്ല. ഇനി ജമാഅത്ത് ഇസ്ലാമിക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞല്ലോ, ആ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉന്നതമായ മഹത്തായ ശരീരത്തെ കുറിച്ച് എഴുതി വെച്ചത് എന്താണ്? പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജനങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ. അപ്പോ അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിക്കുമെന്നതിന് തെളിവ് ഖുർആനല്ല, ഹദീസല്ല, ഇജ്മാ അല്ല, ഖിയാസ് അല്ല, ഇമാമിങ്ങളുടെ വാക്കുകളല്ല. പിന്നെന്താ തെളിവ്? അവന്റെ യുക്തി. അവന്റെ യുക്തി എന്താണ്? അങ്ങനെയാണ് പുറത്ത് തന്നെ വെച്ചാ പോരെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ ആധുനിക യുഗത്തിൽ ശരീരത്തിൽ ഒരു കേടും വരാതെ സൂക്ഷിക്കാനുള്ള സംവിധാനമില്ലേ? എന്നിട്ട് എന്തേ മൗദൂദിയുടെ ആ ശരീരവും ജമാഅത്ത് ഇസ്ലാമിയായ മൗലവിമാരുടെ ഒക്കെ ശരീരം പുറത്ത് തന്നെ സൂക്ഷിച്ചാ പോരായിനോ? എന്തിനാ മറമാടിയത്? ഒക്കെ പുറത്ത് തന്നെ ഇങ്ങനെ വെച്ചൂടായിരുന്നോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണപ്പെട്ടാൽ മരണപ്പെട്ടവരെ മറവ് ചെയ്യണമെന്നും അമ്പിയാക്കൾ വഫാത്തായാൽ വഫാത്തായ സ്ഥലത്ത് തന്നെ മറവ് ചെയ്യണമെന്നും പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ ശരീഅത്തിന്റെ നിയമമാണ്. വസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യണം. അതാണ് ദീനുൽ ഇസ്ലാം. അതിനപ്പുറം പോകാൻ പറ്റില്ല. അല്ലാതെ അവരെ ശരീരം ജീർണിക്കുന്ന വകയിൽ അല്ല. മൂസാ നബി അലൈഹിസ്സലാം വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷവും മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്നല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം പറഞ്ഞത്. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, ഖുർആൻ തന്നെയല്ലേ അത് നമ്മളെ പഠിപ്പിച്ചത്. അത് ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ആ മൂസാ നബി അലൈഹിസ്സലാം അടക്കം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടും ഹദീസ് വ്യക്തമായി പഠിപ്പിച്ചിട്ടും ജീർണിച്ചു നശിച്ചു എന്നല്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വിശ്വാസം. അപ്പൊ ആകയാൽ അവർക്ക് ഒരാളിലും വിശ്വാസമില്ല. മൗദൂദിയുടെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പൊ വലിയ കുറ്റക്കാരും വലിയ മോശക്കാരുമാണ് അമ്പിയാക്കളെന്നും അവർക്കൊരു പ്രത്യേകതയുമില്ലെന്നും വിശ്വസിക്കുന്ന ടീമാണ് ജമാഅത്ത് ഇസ്ലാമി. ഇത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളോട് ബഹുമാനില്ല, റസൂലുള്ളാഹിനോട് ബഹുമാനില്ല എന്ന് മാത്രമല്ല നിന്ദിച്ച് സംസാരിക്കുകയാണ് ഇത്തരം കക്ഷികൾ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം ഞാൻ വായിച്ചല്ലോ, ഈ പുത്തൻവാദികൾക്ക് സലാം പറയണ്ട. അപ്പൊ സാധാരണക്കാർക്ക് തോന്നും ഒരു സലാം അങ്ങ് പറഞ്ഞാൽ എന്താ പറ്റുക, ഒരു സലാം അങ്ങ് പറഞ്ഞാൽ എന്താ വരിക, അവരെ കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്താൽ എന്താ വരിക എന്ന് സാധാരണക്കാർക്ക് തോന്നും. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വെറുതെയല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സറഫാക്കപ്പെട്ട മുഖം കാണണോ, അവിടുത്തെ കൂടെ ഒരുമിച്ച് കൂടണോ, അവിടുത്തെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണോ. ഓ മുഅ്മിനായ മനുഷ്യ, നീ നന്നായി ചിന്തിച്ചോ. നബിതങ്ങളെ ശരീരം ജീർണിച്ച് നശിച്ചുവെന്ന് പറയുന്നവൻ, നബിതങ്ങൾ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നവൻ, അവിടുത്തെ പേരക്കുട്ടികളായ തങ്ങന്മാരെ കൈവെട്ടണമെന്ന് പറയുന്നവൻ, അതേ തങ്ങന്മാരെന്ന് വിശ്വസിക്കുന്ന ജാഹിലിയ്യത്താണെന്ന് പറയുന്നവൻ, അവനെ നമ്മളെങ്ങനെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും, എങ്ങനെ അവനോട് അസ്സലാമു അലൈക്കും പറയും? അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത്തരം പുത്തൻവാദികളെ സംബന്ധിച്ച് പറഞ്ഞത്. വലാ യുസല്ലിമു അലൈഹിം, അവർക്ക് സലാം പറയാനും പോകണ്ട. അത് പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നിർത്തുന്നില്ല. ലിഅന്ന ഇമാമനാ അഹ്മദ് ഇബ്നു ഹംബൽ, നമ്മളെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, കാരണം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അസ്സാഫിയ ഫാസിർ തൽ ഹംബലിയ ബിലാ ഹജിരിനി തഹതാബിൽ ഖൈറൈനി മുഅ്തദിലാ. ശാഫിഈ മദ്ഹബ് അനുസരിച്ചും ജീവിച്ചിട്ടുണ്ട്, ഹംബലി മദ്ഹബ് അനുസരിച്ചും ജീവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ്, നമ്മളെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മൻ സല്ലമ അലാ സാഹിബി ബിദ്അത്തിൻ ഫഖദ് അഹബ്ബ, ഒരു പുത്തനാശയക്കാരന് വല്ലവനും സലാം പറഞ്ഞാൽ അവനെ അവൻ സ്നേഹിച്ചവനായി. അതിന് ഹദീസ് തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വലാ യുജാലിസഹും, ആ പുത്തൻവാദികളുടെ കൂടെ ഇരിക്കരുത്, വലാ യഖ്റുബ മിൻഹും, അവരുമായി അടുക്കരുത്, വലാ യുഹന്നിഹും ഫിൽ അയ്യാദി വഔഖാതി സുറൂരി, പെരുന്നാളിന്റെ ദിനങ്ങളിലോ സന്തോഷമുള്ള സമയങ്ങളിലോ അവർക്ക് ആശംസ അർപ്പിക്കരുത്, വലാ യുസല്ലി ഇദാ മാതു, അവർ മരണപ്പെട്ടാൽ അവർക്ക് ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന വിധം മയ്യിത്ത് നിസ്കരിക്കരുത്, വലാ യുതർഹമ അലൈഹിം ഇദാ ദുകിറു, അവരെ പേര് പറയുമ്പോൾ അവർക്ക് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലരുത്, ബൽ യുആയിനഹും വയുആദിഹും ഫില്ലാഹി അസ്സ വജൽ, മറിച്ച് അവരോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് ജീവിക്കണം. ഫില്ലാഹി അസ്സ വജൽ, അതേ നിനക്കും എനിക്കും അതാ കുടിക്കാൻ വെള്ളം തന്ന, കഴിക്കാൻ ഭക്ഷണം തന്ന, അതേ ശ്വസിക്കാൻ ഓക്സിജൻ തന്ന, ശരീരത്തിൽ കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളുമൊക്കെ ഫിറ്റ് ചെയ്ത് തന്ന, എല്ലാം തന്ന പടച്ചവന്റെ പൊരുത്തത്തിനു വേണ്ടി ഈ പുത്തൻവാദികളോട് എതിർപ്പുള്ളവനാകണേ. മുഅ്മിനാണോ അവരോട് എതിർപ്പുള്ളവനാകണേ. മുഅ്തഖിദൻ ബുത്ലാന മദ്ഹബി അഹ്ലി ബിദ്അ, ഇത്തരം പുത്തനാശയക്കാരുടെ ആശയം ബാത്തിലാണ്, തെറ്റാണെന്ന് വിശ്വസിച്ചതിന്റെ
പഠിച്ചതിന്റെ പേരിൽ, അല്ലാതെ ദുനിയാവിന്റെ പേരിലല്ല. മുഹ്തസിബൻ ബിദാലിക സവാബൽ ജസീൽ വൽ അജ്റൽ കസീർ. അങ്ങനെ സുന്നിയല്ലാത്തവനുമായി മാറി നിൽക്കുന്നതിനാൽ പടച്ചവൻ വലിയ പ്രതിഫലം കൊടുക്കും. ആ പ്രതിഫലം ഉദ്ദേശിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യണമെന്നാണ്. എന്നിട്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, മൻ നളറ ഇലാ സാഹിബി ബിദ്അത്തിൻ, ഒരു ബിദ്അത്ത്കാരനെ ആരെങ്കിലും നോക്കിയാൽ, ബുഗ്ദല്ലഹു, വെറുത്തുകൊണ്ട് നോക്കിയാൽ, വെറുതെ ബർക്കത്തിന് നോക്കാനല്ല പറഞ്ഞത്, വെറുത്തുകൊണ്ട് നോക്കിയാൽ, മല അല്ലാഹു ഖൽബൻ ഈമാനൻ അംനൻ വ ഈമാനാ, അവന്റെ മനസ്സിൽ അല്ലാഹു ഈമാനും അംനും നിറക്കുന്നതാണ്. അതേ സമയത്ത് പിന്നെയും പറയാണ്, വമൻ ഇൻദഹറ സാഹിബ ബിദ്അത്തിൻ, ഒരു പുത്തനാശയക്കാരനെ പോളോദി എന്ന് പറഞ്ഞിട്ട് തട്ടിവിട്ടാൽ, ബുഗ്ദല്ലഹു, അവനെ ഫില്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വെറുത്തിട്ട്, അമിനഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവന് നിർഭയത്വം നൽകുന്നതാണ്. പിന്നെയും ഇങ്ങനെ ഒരുപാട് വിശദീകരിച്ചിട്ട് പറയാണ്, മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ, ഒരു പുത്തനാശയക്കാരനെ വല്ലവനും സ്നേഹിച്ചാൽ, അഹ്ബത്തല്ലാഹു അമലഹു, അവന്റെ അമല് അല്ലാഹു പൊളിച്ചു കളയും. വഅഖ്റജ നൂറൽ ഈമാനി മിൻ ഖൽബിഹി, അവന്റെ ഖൽബിൽ നിന്ന് ഈമാനിന്റെ പ്രകാശം അല്ലാഹു എടുത്തു കളയും. ഇന്നാ ലില്ലാഹ്, ഈമാനിന്റെ പ്രകാശം ഖൽബിൽ നിന്ന് അല്ലാഹു എടുത്തു കളയും. ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ത്വരീഖത്തും അവിടുത്തെ ആശയവും പഠിപ്പിക്കുകയാണ്. ഓ സഹോദരന്മാരെ, വളരെയേറെ ശ്രദ്ധിക്കണം. പിന്നെയും പഠിപ്പിക്കുകയാണ്, വൈദാ അലിമല്ലാഹു അസ്സ വജല്ല മിർ റജുലിൻ അന്നഹു മുബ്ഗിദുൻ ലിസാഹിബി ബിദ്അത്തിൻ, ഒരു പുത്തനാശയക്കാരനെ വെറുക്കുന്നവനാണെന്ന് അല്ലാഹു ഒരാളെ കുറിച്ച് അറിഞ്ഞാൽ, വദൗതുല്ലാഹ തആല യഗ്ഫിറ ദുനൂബഹു വഇൻ ഖല്ല അമലുഹു, അമലൽപൻ ചുരുങ്ങിയാൽ പോലും അവന്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇത്രയും ഗൗരവത്തോടെ കൂടി മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഗുന്യത്തിൽ രേഖപ്പെടുത്തിയിട്ട് അവസാനം പറയാണ്, വഖദ് ലഅനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുബ്തദിഅ, സുന്നിയല്ലാത്തവരെ അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിരിക്കുന്നു. അതിന്റെ ഹദീസ് ഉദ്ധരിക്കുന്ന, മൻ അഹ്ദസ ഹദസൻ ഔ അവ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, സുന്നത്ത് ജമാഅത്ത് വിട്ടവനും സുന്നത്ത് ജമാഅത്തുകാരനല്ലാത്ത അവനെ കൂട്ടിപ്പിടിക്കുന്നവനും അവര് രണ്ടുപേരെയും അല്ലാഹുവിന്റെ ലഅനത്ത് അവർക്കുണ്ട്, മലക്കുകളെ ലഅനത്തുണ്ട്, സർവ്വജനങ്ങളെ ലഅനത്തുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശേഷം വീണ്ടും ഹദീസിന്റെ ബാക്കി ഉദ്ധരിക്കുന്നു, വലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫ വൽ അദ്ൽ, അവന്റെ സർഫും അദ്ലും അല്ലാഹു ഖബൂൽ ചെയ്യൂല. സർഫ് കബൂൽ ചെയ്യില്ല, മീസാൻ കബൂൽ ചെയ്യില്ല എന്നതിന്റെ മേന എന്നല്ല. അത് മുഹീദ്ദീൻ ശൈഖ് എന്നോട് വിശദീകരിക്കേണ്ടി, സർഫ് കബൂൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ അൽ ഫരീള, ഫർളായ ഒരൊറ്റ അമലും അല്ലാഹു കബൂൽ ചെയ്യൂല. ഒരു പുത്തൻവാദിയായാൽ അവന്റെ നിസ്കാരം കബൂൽ ചെയ്യൂല, അവന്റെ സകാത്ത് കബൂൽ ചെയ്യൂല, അവന്റെ നോമ്പ് കബൂൽ ചെയ്യൂല, ഒരു ഫർളും കബൂൽ ചെയ്യൂല. പുത്തൻവാദിയുടേത് മാത്രമല്ല, അവനെ കൂട്ടിപ്പിടിക്കുന്നവന്റെയും അവനുമായി നല്ല ബന്ധം പുലർത്തുന്നവന്റെയും ഒരൊറ്റ ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. വബില്ലദിലിൻ നാഫില, അദ്ലി എന്നാൽ സുന്നത്താണ്, സുന്നത്തും ഫർളും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഇതിന്റെ ഗൗരവം ചെറുതാണോ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട എ.പി. മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ നെഞ്ഞി വിരിച്ച് പ്രസംഗിച്ചത് എന്തിനാണ്? മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, നിങ്ങളുടെ ഈ അടുത്ത് പടനിലത്തിനടുത്ത് പോയി പ്രസംഗിച്ച് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ നെഞ്ഞിൽ കല്ലേറി കിട്ടിയിട്ട് അവിടുന്ന് ഇങ്ങനെ ആ കല്ലിന്റെ പൊടി, മണ്ണിന്റെ പൊടി കൈകൊണ്ട് ഇങ്ങനെ തട്ടുന്ന നേരിൽ കണ്ടവനാണ് ഞാൻ. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ ആലിമീങ്ങൾ എന്തിനായിരുന്നു ജീവൻ പണയം വെച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തത്? അതേ നിങ്ങളെ തൊട്ടടുത്തുള്ള അതേ അബ്ദുൽ ഖാദിറിനെ കൊല്ലപ്പെട്ടു പോയിരുന്നില്ലേ? അതുപോലെ ധാരാളം സുന്നത്ത് ജമാഅത്തുള്ള മുഅ്മിനീങ്ങൾ ഈ കേരളത്തിൽ മരിച്ചു വീണില്ലേ? പക്ഷേ അവിടെയൊന്നും തളരാതെ പതറാതെ സുന്നത്ത് ജമാഅത്തുമായി നമ്മൾ മുന്നേറിയത് എന്തുകൊണ്ടാണ്? അതേ മുഹീദ്ദീൻ
മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആഖിറത്തിൽ വരുമ്പോൾ, അതുപോലുള്ള ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ, അതേ അബൂ അയ്യൂബ് സിജിസ്താനി തങ്ങൾ വരുമ്പോൾ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വരുമ്പോൾ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട പേരമക്കളായ അഹ്ലു ബൈത്ത് വരുമ്പോൾ, ഇമാം ശാഫിഈ തങ്ങൾ പോലും ചൊല്ലിയില്ലേ, അലുൻ നബി ദരിഅതി വഹു ഇലൈഹി വസീലതി അർജു ബിഹിം മുതാഖത ബിയദിൽ യമീനി സഹീഫതി. ആരാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു? പക്ഷേ അവിടുന്ന് പറയുന്നു, പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ എന്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ നബി തങ്ങളെ പേരമക്കളും നബി തങ്ങളെ കുടുംബവും അവരെ ഞാൻ തവസ്സുലാക്കുന്നു, അവരെ ഇടയാളനാക്കുന്നു. ഓ സുഹൃത്തുക്കളെ, ആ പേരമക്കളെ കൈവെട്ടണമെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, അവരെ കണ്ടുപോൾ എഴുന്നേറ്റ് നിന്നുകൂടാന്ന് പറയുന്ന ജമാഅത്തുകാരൻ, അവരെ ബഹുമാനിച്ചുകൂടാന്ന് പറയുന്ന ജമാഅത്തുകാരൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ജമാഅത്തുകാരന്റെ വലിയ ചതി മുനാഫിക്കുകളുടെ ചതിയാണ്. മുനാഫിക്കുകളുടെ ചതി എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ വെറുപ്പ്. അവർക്ക് വിശ്വാസമില്ല, ഉള്ളില് വിശ്വാസമില്ല. പറയും, പക്ഷേ വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അവർ മനസ്സിലുണ്ടായിട്ട് പറയല്ല എന്ന് ഖുർആൻ തന്നെ പറയാ. ആ മുനാഫിക്കുകൾ എടുത്ത പണി എന്താ? ഒരു റിബൽ പള്ളി ഉണ്ടാക്കി. അതെന്തിനാ? യഥാർത്ഥ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന നിസ്കാരം ബാത്തിലാക്കാനാ. അതിനൊരു റിബൽ പള്ളി എന്നുള്ള പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നു ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. റസൂലുള്ളാഹിന്റെ കഠിന വിരോധികളായ മുനാഫിക്കുകൾ അല്ലാഹുവിന്റെ റസൂലിനെ ക്ഷണിക്കാൻ വരുന്ന എന്തിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉണ്ടാക്കിയ ഈ പള്ളി എന്ന പേരിൽ നിർമ്മിച്ച ബിൽഡിംഗ് ഉദ്ഘാടനത്തിന്. അല്ലാഹു പറയുന്ന നബി തങ്ങളോട്, ലാ തഖും ഫീഹി അബദാ, ആ പള്ളിയിൽ കേറി പോകരുത് നബിയേ. ലമസ്ജിദുൻ നുസിസ അലാ തഖ്വാ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂഫു ഫീഹി, തങ്ങൾക്ക് നിസ്കരിക്കാൻ നല്ലത് നേരത്തെയുള്ള പഴയ പള്ളി, അതാണല്ലോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളി, അതാണ് തങ്ങൾക്ക് നിസ്കരിക്കാൻ നല്ലത്. ആ പുതിയ പള്ളിയിൽ കേറി പോകരുത് നബിയെ. എന്നിട്ട് അല്ലാഹു പറയാണ്, അവരെന്തിനാ പള്ളി ഉണ്ടാക്കിയത്? അതേ, അല്ലാഹു പറയുന്നു, അവർ പള്ളി നിർമ്മിച്ചത് മസ്ജിദൻ നിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും എതിർക്കുന്ന കക്ഷികൾക്ക് കേന്ദ്രമുണ്ടാക്കാനാണ്, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. ഈ മുനാഫിഖിന്റെ അതേ തന്ത്രം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നടപ്പാക്കുന്നു. എങ്ങനെ? ജനങ്ങളുടെ സകാത്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ബൈത്തുസ് സകാത്ത് ഉണ്ടാക്കുന്നു. ബൈത്തുസ് സക്കാത്ത് ഭരണാധികാരികളല്ല, ജമാഅത്ത് ഇസ്ലാമിക്കാര് ബൈത്തുസ് സക്കാത്ത് ഉണ്ടാക്കുന്നു. അത് അവരെ ഭരണഘടനയെ തന്നെ പറയുന്നുണ്ട്. അതിന്റെ നിയമങ്ങളൊക്കെ അമീറ ഉണ്ടാക്കാന്ന് അവരെ ഭരണഘടനയെ പറയുന്നുണ്ട്. അള്ളാഹ് ഉണ്ടാക്കിയ നിയമവും റസൂൽ ഉണ്ടാക്കിയ നിയമമൊന്നും അവർക്ക് പറ്റൂലല്ലോ. അമീർ നിയമം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ആ ബൈത്തുസ് സക്കാത്തിൽ എല്ലാവരും സക്കാത്ത് അടക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ അങ്ങനെ സക്കാത്ത് ശേഖരിച്ച് വിതരണം നടത്താൻ ഭരണാധികാരികൾക്കല്ലാതെ പാടില്ല എന്ന് ഖുർആനിലുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളതിന്റെ തെളിവ് പറയണ്ടല്ലോ, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, പലിശ സംബന്ധിച്ച നിയമങ്ങൾ, പ്രതിക്രിയാ വിധികൾ, മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ, ഇവയെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നു. ഒരാൾ കട്ടാൽ അയാളെ ശിക്ഷിക്കുക, വ്യഭിചാരിയെ ശിക്ഷിക്കുക, അതൊക്കെ ഭരണാധികാരിക്കേ പറ്റൂ. അതുപോലെ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യലും ഭരണാധികാരിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഖുർആനിലുണ്ടെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം 1984 നവംബറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ജമാഅത്തുകാർ മുസ്ലിമീങ്ങളുടെ സക്കാത്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ബൈത്തുസ് സക്കാത്ത് ഉണ്ടാക്കുന്നു. എന്നിട്ടോ ഈ ബൈത്തുസ് സക്കാത്ത് പിരിച്ചെടുക്കുന്ന സക്കാത്ത് എന്താ ചെയ്യേണ്ടത്? അത് അവരെ ഭരണഘടനയിൽ തന്നെ ഉണ്ട്. അവരെ ഓഫീസ് നിർമ്മിക്കണം, അതുപോലെ അമീർ അതിനു വേണ്ട വ്യവസ്ഥകൾ പറയും, അതിനെ ചെലവഴിക്കണം, അവരെ ആശയം ഉണ്ടാക്കണം, അവരെ ആശയം പ്രചരിപ്പിക്കണം. അതിനൊക്കെയാണ് ഈ സക്കാത്ത് പിരിച്ചുണ്ടാക്കുന്നത്. ആ കൂട്ടത്തിൽ കുറച്ച് ആളുകളെ തന്നെ എല്ലാവരും സക്കാത്ത് കിട്ടണല്ലോ.
അപ്പൊ അതിനു വേണ്ടി ഒരു പരിപാടി എന്താണ്? കുറച്ച് പുരണ്ടാക്കുക പാവപ്പെട്ടവർക്ക്. ആ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക. അതെന്തിനാ? ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് പാവപ്പെട്ടവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ, തങ്ങന്മാരെ കൈവെട്ടണമെന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് അവരെയും കൂടി കൊണ്ടുവരാൻ, തങ്ങന്മാരിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നതിലേക്ക് ജമാഅത്തുകാരനാക്കി മാറ്റാൻ കുറച്ച് വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. ആ ബൈത്തുൽ സക്കാത്തിന്റെ ഉദ്ഘാടനത്തിന് വന്യരായ സയ്യിദന്മാരെ ക്ഷണിക്കുക. എന്തൊരു ചതിയാണ്! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. അതേ, മുനാഫിഖുകൾ ചതിച്ച ചതി പോലെ. പക്ഷെ അന്ന് വഹി ഇറങ്ങുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളി ഉദ്ഘാടനത്തിൽ പോയില്ല, അത് പൊളിച്ചു കളയാൻ പറഞ്ഞു. ഇന്ന് വഹി ഇറങ്ങാത്തത് കൊണ്ട് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത തങ്ങന്മാരും മൊയ്ലാന്മാരും ചിലപ്പോൾ പെട്ടുപോയിക്കൂടാന്നില്ല. അല്ലാഹു അവർക്കൊക്കെ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. ഈ വലിയ ചതി, ജമാഅത്ത് ഇസ്ലാമിയുടെ ചതി, അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകും. വേറൊരു ചതിയുണ്ട് ഇപ്പോ. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഞാൻ 4 ദിവസമായിട്ട് ഇത് തന്നെ എല്ലാ സ്ഥലത്തും പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയും ഞാൻ പറയാണ്, വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കാം. അതെങ്ങനെ? നമുക്ക് കളരി പഠിക്കാം. കളരി പഠിക്കാൻ ഇവിടെ സുന്നികളാരുമില്ല. എല്ലാ ഗുരുക്കന്മാരും കൊടുവള്ളി ഭാഗത്തുള്ളത് ഏകദേശം സുന്നികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കളരി പഠിക്കാം. പിന്നൊന്നെന്താ? വേറൊരു പരിപാടി, വ്യായാമം ഉണ്ടാക്കുക. പുതിയ പുതിയ പദ്ധതികൾ, വ്യായാമം, കളരി, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം നിങ്ങളെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ എന്താണ്? സലാം ചെല്ലരും മുസാഫയെ തീർന്നല്ലേ? നിങ്ങളെ താജുൽ ഉലമ പറഞ്ഞ എന്താണ്? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ തന്നെ, ഈ കെ ഉസ്താദ് പറഞ്ഞു അങ്ങനെ, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു അങ്ങനെ, എല്ലാരും പറഞ്ഞു അങ്ങനെ. അങ്ങനെ ഇമാമിങ്ങളും ആലിമീങ്ങളും ഒക്കെ പറഞ്ഞില്ലേ മുസാഫയത്തും സലാം ചെല്ലും പറഞ്ഞു. അതുകൊണ്ട് പിരിയുമ്പോ നമുക്കൊരു മുസാഫയത്ത് നടത്തി കളയാ, ഒരു സലാം ചൊല്ലി കളയാ. ആകയാൽ സുന്നത്തിയമായിട്ട് കുളിക്കുക, അതിനുവേണ്ടി ചില കളരി, അതിനുവേണ്ടി ചില വ്യായാമ പരിപാടി, ഇതൊക്കെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി വലിയ ചതിയാണ്, വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവരുമായി അടുത്താൽ ഈമാൻ നശിച്ചു പോകുമെന്നാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. ഒരു ഫർദും സുന്നത്തും അല്ലാഹ് സ്വീകരിക്കൂല. ഇത് തുറന്നു പറഞ്ഞ ആളാണ് എ.പി. മുഹമ്മദ് മുസ്ലിയാർ. അതുകൊണ്ടാണ് എ.പി. മുഹമ്മദ് മുസ്ലിയാരോട് സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹം. അത് തുറന്നു പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത്. ഇത് മൂടി വെക്കാനുള്ളതല്ല, ഇത് തുറന്ന് പറയാനുള്ളതാണ്. അത് ധാരാളം പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചതാണ്, നന്നായി പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഈ അടുത്ത് ഒരാളെ പ്രസംഗം കേട്ടു ഞാൻ, വീഡിയോ, ഈ ക്ലിപ്പിൽ അയാൾ പറയുന്നത്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിക്കോ എതിരെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ട് അവരെ സംഘടനയെ തന്നെ നിങ്ങൾ എന്താ രംഗത്ത് വരാത്തത് എന്ന് ചോദിച്ച കക്ഷികൾ ഇപ്പൊ ഒന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ഒരാൾ പറയാം. ഇവരെപ്പാ മുന്നോട്ട് വന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ഓ സഹോദരന്മാരെ, നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് പറയുന്നവരല്ല, നമ്മൾ ദുനിയാവിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് പറയുന്നവരല്ല, നമ്മൾ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്ത് പറയുന്നവരാണ്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം കൊടുക്കുന്ന, സയ്യിദ് അലി ബാഫഖി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന, എ.പി. മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വത്തിലുണ്ടായിരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അത് ആരോടുമുള്ള വിരോധത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് പറയുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്തൂല, ഒരു സയ്യിദിനെയും കുറ്റപ്പെടുത്തൂല. അറിയാത്തതിൽ ആരെങ്കിലും പെട്ടുപോയെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ശരിയായ ആശയം പറഞ്ഞു കൊടുക്കും. അതേത് പണ്ഡിതൻ പെട്ടുപോയാൽ പണ്ഡിതനോടും പറയണം, സയ്യിദന്മാര് പെട്ടുപോയാൽ അവരെയും അറിയിക്കണം, ജനങ്ങൾ പെട്ടുപോകുമ്പോൾ അവരെയും അറിയിക്കണം. അത് ഉലമാഇന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഇന്നേ വരെ നമ്മുടെ സംഘടനകൾ നിർവഹിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്ത് ഉലമ നിർവഹിച്ചിട്ടുണ്ട്, SYS നിർവഹിച്ചിട്ടുണ്ട്, മുസ്ലിം ജമാഅത്ത് നിർവഹിച്ചിട്ടുണ്ട്, SSF നിർവഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെയും ഇത് തുടരുകയും ചെയ്യും എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മൾ വേറെ ഒരാളുടെയും ചതിയിൽ പെട്ടുപോകരുത്. ഈ ബിദ്അത്തുകാർ, അവർക്ക് അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമില്ല, അല്ലാഹുവിൽ തന്നെയും ശരിയായ വിശ്വാസം ഇല്ല, അവർക്ക് ഒന്നിലും വിശ്വാസമില്ല. ജനങ്ങളുടെ ഫർളും സുന്നത്തും മുഴുവനും നഷ്ടപ്പെടുത്തുക മാത്രമാണ് അവരുടെ പരിപാടി. അതോടുകൂടെ എല്ലാ മഹാന്മാരെയും നിന്ദിക്കലാണ് അവരുടെ പരിപാടി. പക്ഷേ
ആ നിന്ദിക്കൽ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില മുസ്ലിയാരെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകും, ചിലപ്പോൾ തങ്ങളെ വിളിച്ചു കൊണ്ടുപോകും. അതേപോലെ തന്നെ ഏതെങ്കിലും തങ്ങളെയും മുസ്ലിയാരൊക്കെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിൽക്കും. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളെ സംബന്ധിച്ച് ഒരിക്കലും തന്നെ നിങ്ങളെ മതിപ്പിലുള്ള നിങ്ങളെ മനസ്സിലുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തരുതേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിച്ചു. എപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഖുതുബ, അൽഹംദുലില്ലാഹിൽ മഹ്മൂദി ബിനിഅമതിഹി എന്ന് തുടങ്ങുന്ന ഖുതുബ നിർവഹിച്ചു. ആ ഖുതുബ കഴിഞ്ഞിട്ട് നബി തങ്ങൾ ഒരൊറ്റ ദുആ, എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അതാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ തുടക്കത്തിലുള്ള ഒരു ഖുതുബയാണ്. ആ ഖുതുബയുടെ അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ, ഫജമഅ അല്ലാഹു ശംലഹുമാ വഅതാബ നസ്ലഹുമാ. അല്ലാഹ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും അവരുടെ അവരുടെ സംഗമം അല്ലാഹു തആല അതിൽ വലിയ ഖൈർ നൽകട്ടെ. വഅതാബ നസ്ലഹുമാ, അവരുടെ സന്താന പരമ്പരകളെ അല്ലാഹു തആല സംശുദ്ധരാക്കട്ടെ, നല്ലവരാക്കട്ടെ. വജഅല നസ്ലഹുമാ, അവരുടെ സന്താന പരമ്പരകളെ അല്ലാഹു ആക്കി തീർക്കട്ടെ. മഫാതീഹർ റഹ്മാൻ, കാരുണ്യത്തിന്റെ താക്കോലുകളാക്കട്ടെ. വമആദിനൽ ഹിക്മ, അറിവിന്റെ ഉറവിടങ്ങളാക്കട്ടെ. വഅംനൽ ഉമ്മ, ഈ സമുദായത്തിന് നിർഭയത്വമാക്കട്ടെ എന്ന് ദുആ ചെയ്ത് അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി തങ്ങളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയെ, അല്ലാഹു തആല ഫാത്തിമ ബീവിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വൈന്നി ഖദ് സവ്വജ്തുകഹാ അലാ 400 മിസ്ഖാലിൻ മിൻ ഫിദ്ദ, 400 വെള്ളി മഹർ നിശ്ചയിച്ച് നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി തന്നു. അങ്ങനെ നിക്കാഹ് ചെയ്യുന്നു. നിക്കാഹിന് മുമ്പ് തന്നെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതാണ്. തങ്കന്മാർക്ക് വലിയ സ്ഥാനം കൊടുക്കാൻ വേണ്ടി. ഓ സുഹൃത്തുക്കളെ, നിക്കാഹൊക്കെ കഴിഞ്ഞപ്പോ നബി തങ്ങൾ അതാ തല ഉയർത്തിയിട്ട് അതാ ദുആ ചെയ്യുന്നു. ബാറകല്ലാഹു ലക്കുമാ വബാറക ഫീകുമാ വഅസ്അദ ജിദ്ദകുമാ വഅഖ്റജ മിൻകുമൽ കസീറ ത്വയ്യിബ്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അതേ നബി തങ്ങൾ ഇവിടെ ദുആ ചെയ്യുമ്പോൾ അയ്യുഹസ് സൗജാനി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുമ്പോൾ അയ്യുഹസ് സൗജാനി, ഓ ദമ്പതികളെ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. പറഞ്ഞാൽ കുറ്റമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നു. ബാറകല്ലാഹു ലക്കുമാ, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. വബാറക ഫീകുമാ, നിങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. വഅസ്അദ ജിദ്ദകുമാ, നിങ്ങളെ പരിശ്രമം അല്ലാഹു വിജയപ്രദമാക്കട്ടെ. വഅഖ്റജ മിൻകുമൽ കസീറ ത്വയ്യിബ്, ധാരാളം മക്കളെ നിങ്ങൾ മുഖേന അല്ലാഹു പുറത്തു കൊണ്ടുവരട്ടെ. അങ്ങനെ പുറത്തു വന്ന മക്കളിൽ ഒരാളാണല്ലോ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, മറ്റൊരാളാണല്ലോ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ സയ്യിദാണ്. അപ്പൊ സയ്യിദ് എന്ന വാക്ക് തന്നെ ജാഹിലിയത്താണെന്ന് പറഞ്ഞിരുന്നോളും. ജാഹിലിയത്താണെന്ന് പറഞ്ഞിട്ട് അതാ മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും കൽപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി അവരുമായി അടുത്തു പോകല്ലേ.
അതുപോലെ പുത്തൻവാദികളുമായി അടുത്തു പോകല്ലേ, ഒരു വ്യാജ തരീഖത്തുകാരനുമായി അടുത്തു പോകല്ലേ, ഒരു മുജാഹിദുമായും തബ്ലീഗ് ജമാഅത്തുകാരുമായും അടുത്തു പോകല്ലേ. അത് നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്ന് ആവർത്തിച്ച് നിങ്ങളെ ഉണർത്തുന്നു. നമ്മളെല്ലാം ഒരു ദിവസം മരിച്ചു പോകും. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. അവിടെയല്ലേ മനുഷ്യന്റെ വിജയം. ആ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ ഇവിടെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. അതിനാൽ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി മറ്റൊന്നിലേക്കും തിരിഞ്ഞു നോക്കാതെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹലാലായ വിധത്തിലുള്ള കളരി നമുക്ക് സംഘടിപ്പിക്കാമല്ലോ, വ്യായാമം നമുക്ക് തന്നെ സംഘടിപ്പിക്കാമല്ലോ. അതിന് ഈ ലാനത്തുള്ള കക്ഷികളെ കൂടെ നടത്തേണ്ടതുമില്ലല്ലോ. മാത്രമല്ല, ഈ വിഭാഗം ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കാൻ വാസ്തവത്തിൽ അർഹതയില്ലാത്തവരാണ്. ഒരു പാർട്ടിക്കാരനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ ബ്യൂറോ IPH പ്രസിദ്ധീകരിച്ച അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാം വ്യക്തമായി അവരുടെ സ്ഥാപക നേതാവായ മൗദൂദി എഴുതിയത്. നേരത്തെ അവർ പ്രസിദ്ധീകരിച്ചു. അതിൽ കുറച്ചൊക്കെ അതിന്റെ മൂല ഗ്രന്ഥത്തോട് വേണ്ട പോലെ പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയിട്ട് പുതുതായിട്ട് വീണ്ടും അതൊന്ന് നല്ല സഹീഹാക്കിയിട്ട് പുറത്തിറക്കിയ 979. അതിലെന്താ പറയുന്നത്? എല്ലാ കോൺഗ്രസ്സുകാരും, എല്ലാ ലീഗുകാരും, എല്ലാ ഗഡത്തുകാരും, എല്ലാ ബലത്തുകാരും, ഏതെല്ലാം കക്ഷികളാണ് എല്ലാവരും ഒന്ന് കേട്ടോളി. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ സ്ഥാപനം, ഒരു ഗവൺമെന്റ് സ്കൂള്, അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, അങ്ങനെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ വല്ല സ്ഥാപനവുമായി നിങ്ങൾ സഹകരിച്ചു പോയാൽ, നിങ്ങളുടെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. നിങ്ങൾ ആഗസ്റ്റ് 15-നോ റിപ്പബ്ലിക് ദിനത്തിനോ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കൊടി പിടിച്ചാൽ അത് അള്ളാഹുവിനെതിരെ, ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലാണ് എന്ന് എഴുതി പ്രചരിപ്പിച്ച് പഠിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നമ്മളൊരു കളരി പോയി പങ്കെടുത്താൽ 2 ദിവസം കഴിയുമ്പോ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മളടക്കം പിടിച്ചു കൊണ്ടുപോകും എന്ന് നല്ല ബോധം വേണം. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി പോയിട്ട് നമ്മളാരെങ്കിലും സഹായിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ, അത് തങ്ങന്മാരോ മലയാന്മാരോ സാധാരണക്കാരോ പണക്കാരോ പോയിട്ട് ഉദ്ഘാടനം ചെയ്തു കൊടുത്താൽ എവിടെയെല്ലാമാണ് എന്തെല്ലാമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നതിനെ കുറിച്ചും നല്ല ബോധം വേണം. അപ്പൊ ഈമാനും പോവും, ദുന്യാവും പോവും, ആഖിറവും പോകും എന്ന ബോധവും നമുക്ക് വേണം. അവരുടെ ചതിയിൽ മുസ്ലിം ലോകം പെട്ടുപോകാൻ പാടില്ല. നമ്മളങ്ങനെ ചതിക്കപ്പെടേണ്ട വിഭാഗമല്ല. നമ്മൾ നല്ല മനക്കരുത്തുള്ള ശക്തിയുള്ള മുഅ്മിനീങ്ങളെയാണ് അല്ലാഹു തആല സ്നേഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദുർബലന്മാരാകാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ച് എല്ലാ മുഅ്മിനീങ്ങൾക്കും ബോധം വേണം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിക്ർ ഹൽഖയിൽ വെച്ച് കുറ്റിയാടിയിൽ ഈ വിഷയങ്ങൾ കുറേയേറെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ പറഞ്ഞതും പറയാത്ത ചില സംഗതികളും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ ആ പ്രസംഗം
പ്രസംഗം കിട്ടും. അതുപോലെ വൈലത്തൂരിൽ നിന്ന് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ കാസർഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇവിടെയും പറയാണ്. എല്ലാവരും ഇതൊക്കെ കേൾക്കണം. എന്റെ യൂട്യൂബിലുള്ള ഈ പ്രസംഗം എല്ലാ തങ്ങന്മാരുടെ കുട്ടികൾക്കും കേൾപ്പിക്കണം, എല്ലാ മുലമാരുടെ കുട്ടികൾക്കും കേൾപ്പിക്കണം, സാധാരണക്കാർക്കും കേൾപ്പിക്കണം, SSF-കാർക്കും കേൾപ്പിക്കണം, SYS-കാർക്കും കേൾപ്പിക്കണം, മുസ്ലിം ജമാഅത്തുകാർക്കും കേൾപ്പിക്കണം, എല്ലാ മുസ്ലിമീങ്ങൾക്കും, എല്ലാ കോൺഗ്രസുകാർക്കും, മുസ്ലിം ലീഗുകാർക്കും, അതുപോലെ ഇടതുകാർക്കും വലുതുകാർക്കും ഒക്കെ കേൾപ്പിക്കണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. എന്റെ പ്രസംഗം മുറിച്ചിട്ട് അതിനപ്പുറം ഇപ്പുറം ഇല്ലാതെ ആളുകളെ കബളിപ്പിക്കുന്ന കുറെ മുനാഫിക്കുകളുണ്ട്. അവരുടെ ശർറിൽ നിന്ന് അല്ലാഹു തആല മുസ്ലിമീങ്ങളെ കാക്കട്ടെ. അത് വളരെയേറെ ഭയപ്പെടണം. ഖുർആനിലെ ആയത്ത് മുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാക്കുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി, അതേപോലെ ഹദീസുകൾ മുറിച്ചു മാറ്റിയിട്ട് ദീനിനെ നശിപ്പിക്കുന്ന പുത്തൻവാദികൾ, ഇതുപോലെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളും അപ്പുറവും ഇപ്പുറവും മുറിച്ചിട്ട് ഞാൻ പണ്ഡിതനല്ല, പണ്ഡിതന്മാർക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളാണ്, അങ്ങനെ പ്രസംഗിക്കുന്നവരുടെ, ക്ലാസ് എടുക്കുന്നവരുടെ പ്രസംഗങ്ങൾ അപ്പുറവും ഇപ്പുറവും മുറിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ ബിദ്അത്തുകാരുണ്ട്. തബ്ലീഗ് ജമാഅത്തായാലും ശരി, വ്യാജ തരീഖത്താണെങ്കിലും ശരി, മുജാഹിദിലുള്ള ഏതെല്ലാം അൽ മുജാഹിദൂന കുല്ലുഹും അജ്മഊൻ, എത്ര പാർട്ടിയാ ഉള്ളത് എന്ന് പറയാൻ പറ്റൂലല്ലോ, എല്ലാ ജാതിയും അതിൽപ്പെട്ടതാ. ഒരു വഞ്ചനയും കൂടി ഞാൻ മുസ്ലിമീങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. പഴയ കാലത്ത് AP മുഹമ്മദ് മുസ്ലിയാർ അവർകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ആദ്യ യുവത്വകാലം, അതേപോലെ അദ്ദേഹത്തിന്റെ കൂടെയും ശേഷവും ഒക്കെ പ്രസംഗിക്കുന്ന ഞങ്ങളുടെയൊക്കെ കാലം, ആ കാലഘട്ടത്തിൽ മുജാഹിദുകൾ തലമറക്കാറില്ല. അവർ മുജാഹിദുകൾ തലമറക്കാറില്ല. മിമ്പർമ കയറുമ്പോൾ വരെ ഏണിമ കയറുന്ന തെങ്ങ് കയറാൻ തലയിൽ ഒരു കെട്ടുണ്ടാവും, അതും കൂടി ഉണ്ടാകാറില്ല. ഇപ്പൊ മുജാഹിദുകൾ തലയെ കെട്ടിയിട്ടാണ് സ്റ്റേജ് മേൽ വരുന്നത്. മുജാഹിദുകൾ മുസ്ലിയാമാർ എന്ന ഒരു പേര് ഇഷ്ടപ്പെടാറില്ല. ഇപ്പൊ മുസ്ലിയാർ എന്നാ പേര്. ഓരോ മൗലവിന്റെ കൂടെ മുസ്ലിയാർ ചതിയാണ്. അതായത് ഇവരെ ഒരാളും വിശ്വസിക്കൂല എന്ന് ഉറച്ച്, അപ്പൊ പിന്നെ മുസ്ലിയാർ എന്ന് പേരിട്ട് വെക്കുക. അതുപോലെ തലയിൽ ഒരു കെട്ട് കെട്ടി വെക്കുക, ഒരു വെള്ളക്കുപ്പായോ ദുബക്കുപ്പായോ ഒക്കെ ഇട്ടു വെക്കുക. പുതിയ ചതിയാണ് ഇത്. വേറൊരു ചതി എന്താണെന്നറിയോ? പേരോട് മുജാഹിദായിരിക്കുന്നു. ഇതാ പേരോട് ഞങ്ങൾ പറയും പോലെ പറയും, അതിന്റെ അപ്പുറം അങ്ങ് മുറിച്ചാളി, ഇപ്പുറം അങ്ങ് മുറിച്ചാളിയാ. എന്തേ ഇവരെ വാക്ക് ഒരു മനുഷ്യനും വിശ്വസിക്കൂല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പൊ പിന്നെ സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ, പണ്ഡിതന്മാരുടെ, മുതഅല്ലിമീങ്ങളുടെ പ്രസംഗം കട്ടിട്ട് ജനങ്ങളെ വഞ്ചിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയത്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന, ഖിയാമത്ത് നാളിൽ വരും, ഉണ്ടാകും ദജ്ജാലൂന, കബളിപ്പിക്കുന്നവര് വരും. കബളിപ്പിക്കുന്നവര് തങ്ങന്മാരെ കൈ വെട്ടിക്കളയണോ എന്ന് പറയാ, തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കരുത് എന്ന് പറയാ, തങ്ങന്മാരെ കണ്ട എണീറ്റിക്കരുത് എന്ന് പറയാ, എന്നിട്ട് തങ്ങളെ കൊണ്ട് എന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. നിങ്ങൾ കബളിപ്പിക്കുന്ന കോലം എന്തിനു? മുസ്ലിമീങ്ങളെ സക്കാത്ത് നശിപ്പിക്കാൻ. ദജ്ജാലൂന കദ്ദാബൂന, ധാരാളം കള്ളം പറയുന്നവര് വരും. അവർ നിങ്ങളെടുക്കൽ ചില വർത്തമാനവും കൊണ്ടുവരും. ആ വർത്തമാനം എങ്ങനെ ഉണ്ടാവും? അതേ ആലം തസ്മഉ അൻതും വലാ അബാഉകും, നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്ത വർത്തമാനം, നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്ത വർത്തമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത് വലിയ പുണ്യകർമ്മമായി നമ്മളെ ഉപ്പാപ്പമാര് നമ്മളെ പഠിപ്പിച്ചു. അതേപോലെ എല്ലാ ഇമാമിങ്ങളും പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ധാരാളം എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന്, അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക അലൈഹി സലാമുക നബിയ്യിർ റഹ്മാൻ യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഗ്ഫിറ ലീ ദുനൂബി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി അൻ തഗ്ഫിറ ലീ വതർഹമനി അല്ലാഹുമ്മ ജഅൽ മുഹമ്മദൻ അവ്വല الشافعين وانجح السائلين واكرم الاولين والآخرين اللهم كما آمنا به ولم نره وصدقناه ولم نلقه فأدخلنا مدخله واسرنا في زمرته وأوردنا حوضه واسقنا بكأسه مشربا ربيا سائغا هنيا لا نظمأ بعده أبدا غير خزايا ولا ناكثين ولا مارقين ولا جاهدين ولا مرتابين ولا مغضوبا عليهم ولا الضالين واجعلنا من أهل الشفاعة. നബി തങ്ങളെ ഖബറിന്റെ അടുക്കൽ ചെന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് തേടാനും, നബി തങ്ങളെ
തവസ്സുൽ ചെയ്യാനും ഹൈദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഗുന്യത്തിന്റെ 12ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചാൽ മുശ്രിക്കാണ്, കാഫിറാണ്, അബൂജഹലിനെക്കാളും പേഴ്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ ഇടയിൽ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ കെട്ടുറപ്പ് നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പുത്തൻവാദിയെയും മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കരുത്, ഒരു പുത്തൻവാദിയെയും മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു പോകരുത് എന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാവരെയും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനെ, മഹാന്മാരായ സയ്യിദന്മാരെ ദുആ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദുആയിലേക്ക് കടക്കുന്നില്ല. നമ്മൾ എപ്പോഴും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകണം, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അൽ ഹബ്ബു ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കണം. അപ്പോഴാണ് ഈമാനിന്റെ മധുരം ലഭിക്കുന്നത്. അല്ലാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക, അപ്പോഴാണ് ഈമാനിന്റെ മധുരം ലഭിക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവേ, ആ ഒരു ഹബ്ബും ആ ഈമാനിന്റെ മധുരവും ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും ശിഷ്യ പരമ്പരകൾക്കും സ്നേഹിച്ചവർക്കും അവരുടെ പരമ്പരകൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും അവരുടെ പരമ്പരകൾക്കും നീ ഓശാരം നൽകണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين.